ഗന്ധർവൻ കയറിയ പെണ്ണ്. വീടിൻ്റെ മുറ്റത്തായി വലിയൊരു ഇലഞ്ഞി മരമുണ്ടായിരുന്നു. ചില്ലകൾ 4 ദിക്കിലേക്കുമായി പടർന്നു കിടന്നിരുന്നു. അതിൻ്റെ ചോട്ടിലായിരുന്നു വായിക്കുന്നതും എഴുതുന്നതും സ്വപ്നം കാണുന്നതുമെല്ലാം. ഇലഞ്ഞി പൂക്കുന്ന കാലമാകുമ്പോൾ പൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന മണം അവിടമാകെ പടരും. ചില രാത്രികളിൽ ഏറെ നേരം ഇലഞ്ഞിച്ചോട്ടിലിരിക്കാറുണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങിയാലും വീടിനുള്ളിൽ കയറാതെ അവിടെയിരിക്കും. അസ്വാഭാവികമായ പെരുമാറ്റം കണ്ട് അമ്മയാണ് ആദ്യമായി ഭ്രാന്തി എന്ന് വിളിക്കുന്നത്. എന്തോ മാനസിക തകരാറുണ്ടെന്നും ആശുപത്രിയിൽ കാണിക്കണമെന്നും അമ്മ ഒരിക്കൽ അച്ഛനോട് പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആ ഇലഞ്ഞിമരവുമായി ബന്ധപ്പെട്ട് രസകരമായൊരു കഥയുണ്ട്. ആ ഇടയ്ക്കാണ് ഞാൻ ഗന്ധർവൻ സിനിമയെക്കുറിച്ച് ക്ലാസ്സിലൊക്കെ കൂട്ടുകാരികൾ ചർച്ച ചെയ്യുന്നത് കേൾക്കാനിടയായത്. ഗന്ധർവന്മാർ അതിസുന്ദരന്മാരായ പുരുഷന്മാരാണെന്നും എന്നും സന്ധ്യയ്ക്ക് ആകാശമാർഗം സഞ്ചരിക്കാറുണ്ടെന്നും സുന്ദരികളായ കന്യകമാർ മുറ്റത്ത് മുടിയഴിച്ചിട്ട് നിൽക്കുന്നത് കണ്ടാൽ ഗന്ധർവന്മാർ അവരെ പ്രണയിക്കുമെന്നും ഒരു സഹപാഠി പറയുന്നത് കേട്ടു. ആ കഥ കേട്ടതും എന്നിലെ സങ്കല്പജീവി ഉണർന്നു. അന്നു മുതൽ ഗന്ധർവനെ ആകർഷിക്കാനായിരുന്നു ശ്രമം മുഴുവനും. എന്നും സന്ധ്യയാകുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് ഇലഞ്ഞിച്ചോട്ടിൽ വന്നിരിക്കുമായിരുന്നു. അതിൻ്റെ ചില്ലകളിലൂടെ രക്തവർണം പടർന്ന ആകാശത്തേക്ക് നോക്കിയിരിക്കും. അദൃശ്യനായ ഗന്ധർവൻ എനിക്ക് മുകളിലൂടെ സഞ്ചരിക്കുമെന്നും എന്നെ കണ്ട് പ്രണയിക്കുമെന്നും വിശ്വസിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിരാശയായിരുന്നു ഫലം. ചിലപ്പോൾ ഗന്ധർവൻ എന്നെ കണ്ടിട്ടുണ്ടാകുമെന്നും സുന്ദരിയല്ലാത്തതിനാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്നും കരുതി മെല്ലെ മെല്ലെ ഗന്ധർവനെ മറന്നു. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വയറിനും മുലകൾക്കും മുകളിലായി നഖം കൊണ്ട് പോറിയ പോലുള്ള കുറച്ച് പാടുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരിക്കലത് അമ്മയോട് പറഞ്ഞപ്പോൾ ഉറക്കത്തിൽ ഞാൻ ചൊറിയുന്നതാകുമെന്ന് അമ്മ പറഞ്ഞു. അത് ശരിയാണെന്ന് കരുതി. അമ്മ കടുത്ത വിശ്വാസിയായിരുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ കഠിനമായ വേദനകൾ കൊണ്ടാകാം അമ്മ ജോസിനെയും അയാളുടെ പ്രവചനങ്ങളെയും അന്ധമായി വിശ്വസിച്ചിരുന്നു. ഒരിക്കലൊരു ജോസിനോട് അമ്മ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ അല്പനേരം കണ്ണടച്ചിരുന്നിട്ട് പറഞ്ഞത്രേ ഗന്ധർവദോഷമുണ്ടെന്ന്. ഗന്ധർവൻ പ്രാപിച്ചവർക്ക് ഒരിക്കലും വിവാഹയോഗം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു. ഗന്ധർവദോഷം മാറാൻ എന്തൊക്കെയോ വഴിപാടുകളും ജോസ്യൻ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ ഇത് വന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. ഗന്ധർവൻ അടുത്ത് വന്നിരുന്നെന്നും കന്യകാത്വത്തെ കവർന്നെന്നും അതിൻ്റെ ഫലമായാണ് ശരീരത്തിൽ നഖങ്ങൾ കൊണ്ട് പോറിയ പോലുള്ള പാടുകൾ കണ്ടതെന്നും വിശ്വസിച്ചു. കുടുംബ വീട്ടിലെ കാവിൽ ഗന്ധർവനോടൊപ്പം കാഞ്ഞിരച്ചൂട്ടിലിരിക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി. പൂജയോ വഴിപാടുകളോ നടത്തി ഗന്ധർവനെ എന്നിൽ നിന്നും അകറ്റരുതെന്ന് അമ്മയോട് അപേക്ഷിച്ചു. എനിക്ക് ഭ്രാന്താണെന്നും ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുമായിരുന്നു അമ്മയുടെ മറുപടി. ഇതെഴുതുമ്പോൾ ഓർക്കുന്നത് മനുഷ്യരുടെ യഥാർത്ഥ ലോകത്തു നിന്നും ഞാനത്ര അകലെയായിരുന്നു എന്നാണ്. വേദനകൾ മാത്രം നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സമാന്തരമായി നിർമ്മിച്ചെടുത്തൊരു സാങ്കല്പിക ലോകം മനുഷ്യരിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയായിരുന്നു. പക്ഷേ അത് അനിവാര്യമായ ഒന്നായിരുന്നു. ഒരു ജീവിതത്തിനുള്ളിൽ പല ജീവിതങ്ങൾ ജീവിക്കാൻ ഈ ലോകത്തെ കൂട്ടുപിടിച്ചു. ബാഹ്യലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുപോലും സംശയമായിരുന്നു. വിജാഗിരികൾക്കിടയിൽപ്പെട്ട് പാതിചത്ത പല്ലിയുടെ ജീവിതം പോലെയായിരുന്നു ദിവസങ്ങൾ ഓരോന്നും.